വെട്ടത്തില് വെളിച്ചത്തിൽ കാണാലോ. പിന്നെ ഞാൻ കച്ചോട്ടി പോലെ ഇരിക്കുന്ന ആളല്ലേ, അതല്ല ഞാൻ പറഞ്ഞത്. അപ്പോ ഗംഭീരമായ കൂത്തുമഹോത്സവം നമ്മുടെ കിട്ടാട്ട പേരിൽ നടക്കുമ്പോ ചാമീച്ചൻ വന്ന് രണ്ടു വാക്ക് മൊഴി പറയണം പറഞ്ഞിട്ട് വിളിച്ചു. നമ്മുടെ പ്രീതി മണികണ്ഠനോ ഇവിടെ ഉണ്ടോ? ഐബി ക്രിയേഷൻസിന്റെ ഗംഭീര മെഗാ ഷോ പരിപാടിയാണ്. ചാമീച്ചൻ രണ്ടു വാക്ക് പറയണം പറഞ്ഞ പിന്നെന്താണ്, കൂലി കിട്ടുന്നതിനൊക്കെ അങ്ങോട്ട് കിട്ടു. രാത്രി കാവല് കിടക്കാൻ പോകുകയാണ്. മീനിന് കാവല് കിടക്കാനാണ് കിടക്കാനാണ് വിളിക്കുന്നത്. അപ്പൊ പിന്നെന്താണ്, നേരം വെളുക്കും വരെ നല്ല ഉറക്കുവാണ്. കാശും വാങ്ങിപ്പെട്ടാണ്ട് വരും. അപ്പൊ അങ്ങനെയാണ് ഗംഭീരമായി നടക്കട്ടെ. അടുത്ത കൊല്ലവും തമ്പുരാന്റെ കൃപയുണ്ടെങ്കിൽ ചാകാണ്ടിരുന്നാലേ ഞാൻ നോക്കി മനുഷ്യാവസ്ഥയാണ്. ഈ കത്തുന്ന വിളക്ക് പോലെയാണ് മനുഷ്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഏത് സമയത്താണ് ഈ ഇതിന്റെ പീസ് പോകുമെന്ന് പറയാൻ പറ്റുമോ? അന്ന പോലെയാണ് മനുഷ്യൻ. അപ്പൊ തിന്നതും കുടിച്ചതും ആസ്വദിച്ചതും ഉല്ലസിച്ചതും ഒക്കെ എന്നെ കിട്ടുകയുള്ളൂ. നേർത്തിയാണ് 6 അടി മണ്ണ് പറയുന്നത്. ഇപ്പൊ കരിക്കാനാ കൊണ്ടുപോണ്. ഇതത്ര ചാരം കിട്ടി അത്രയേ ഉള്ളൂ. അപ്പൊ സന്തോഷിക്കുന്ന കേട്ടോളി. ഭഗവാനെ ഞാനൊരു ഇടങ്കെട്ട വാക്ക് പറഞ്ഞു. തിന്നതും കുടിച്ചതും പറഞ്ഞു. തിന്നത് ശരി, കുടിക്കുന്ന കാര്യം എന്താ പറഞ്ഞത്? കുട്ടികൾക്ക് നന്നായി പാല് വാങ്ങി കൊടുക്കണം, ശീതള പാനീയങ്ങൾ കഴിക്കണം. ഇടങ്കെട്ട വാക്ക് എടുക്കണ്ട കേട്ടോളി. കുടിക്കുക പറഞ്ഞ വേറെയാണ്. അല്ലെങ്കിൽ തന്നെ മനുഷ്യന്മാർ തിന്നുന്നതൊക്കെ ചാപമാണ്. ഇനി ആ വർഷത്തിന് വാങ്ങി കുടിക്കണം. അപ്പോ വളരെ സന്തോഷമുണ്ട്. എന്തായാലും തമ്പുരാട്ടിന്റെ കൈമക്കുന്ന ഭഗവതിന്റെ തട്ടകത്ത് വന്ന് നിങ്ങൾ എല്ലാവരുടെയും കാണാൻ പറ്റിയതിൽ പാലക്കാടൻ ചാമ്യത്തിന്റെ മനസ്സ് നിറഞ്ഞ സന്തോഷം. എല്ലാവർക്കും ദേവി അനുഗ്രഹിക്കട്ടെ. അതുപോലെ കിട്ടാട്ടന്റെ കുടുംബത്തിനെ കാണാൻ പൂത്തൊളിയും പോലെ തെളിയിച്ച് അടുത്ത പോലും ഗംഭീര ഗാനമാണ്.